വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സൈന്യത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയ ആൾക്കെതിരെ പോലീസ് കേസെടുത്തു. തിരുവല്ല സ്വദേശി അജു അലക്സിനെതിരെയാണ് കേസെടുത്തത്. മോഹൻലാൽ വയനാട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടാണ് അധിക്ഷേപ പരാമർശം. സൈന്യത്തെയും ഒപ്പം ആ ദുരന്ത സ്ഥലം സന്ദർശിച്ച മോഹൻലാലിനെയും അതിര് കടന്ന് വിമർശിക്കുകയും അസഭ്യ വാക്കുകൾ പറയുകയും ചെയ്തിരുന്നു. ചേട്ടാ, ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് ബുദ്ധി ഇപ്പോഴും വികസിച്ചിട്ടില്ലെന്ന്. പത്രത്തിലൊക്കെ വന്ന എല്ലാരും അറിയില്ല രാമേന്ദ്ര, പിന്നെ എല്ലാരും അറിയാൻ വേണ്ടിയിട്ടില്ല ഓരോന്ന് പത്രത്തിൽ വരുന്നത്. എന്താണ് മോഹൻലാലിനെ അവിടെ സന്ദർശിക്കാൻ യോഗ്യത എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ആ വീഡിയോയിൽ ഈ അജു അലക്സ് ചോദിച്ചിരുന്നത്. എനിക്കിത് ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോ പറഞ്ഞ വിവരക്കേട് തന്റെ കൂടപ്പുറപ്പ. അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖ് സംഭവത്തിൽ മോഹൻലാലിനെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയത്. ഞാനിവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു സാർ? അതൊക്കെ സൗകര്യമായിട്ട് പറയാം. മതി, സാവധാനം പറഞ്ഞാൽ മതി. ഇറങ്ങി വാടോ. മോഹൻലാൽ ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി. ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കണം. അദ്ദേഹത്തിന് അതിന്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ, അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി. തന്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ. ഈ മോഹൻലാല്, ലഫ്റ്റനന്റ് കേണൽ മോഹൻലാല് മറ്റേ വയനാട് ദുരന്തബാധിത മേഖല സന്ദർശിക്കുന്ന സമയത്ത് അയാൾക്ക് ചുറ്റും കുറെ പട്ടാളക്കാരും റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സും നാട്ടുകാരൊക്കെ കൂടി നിന്ന് മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലും കളഞ്ഞിട്ടുണ്ട്. നാണം ഉളുപ്പും ഇല്ലാത്തവനൊക്കെ ഇറങ്ങിയേക്കോ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട് നാണമുണ്ടോ ഇയാൾക്ക്? ആഞ്ജനേയ സ്വാമി, ഇതുവരെ കിട്ടിയൊന്നും പോരായിരിക്കും. അത്രയും ടൈം വേസ്റ്റ് ആക്കാനും വേണ്ടും എന്തും ഇയാൾ അവിടെ പോയി പറഞ്ഞൊന്ന് പറയിക്കാവോ ഇയാളെ കൊണ്ട്? ഇനി നിന്നെ എങ്ങനെ എന്റെ ഏരിയ കണ്ട അല്ല, എനിക്കറിയാത്തോണ്ട് ചോദിക്കോ, ഈ ഇങ്ങനെയൊക്കെ വരുന്നവനൊക്കെ എന്തറിഞ്ഞോണ്ടേ വരുന്നേ? ട്രൗസർ ഇടാണ്ട് പോടാ, ഇങ്ങനെ വീഴ്ച പോടാങ്ങോട്ട്. അഭ്യാസം എടുത്തോണ്ടല്ല, കളിക്കല്ലേ. പട്ടാളക്കാർ അവിടെ പണിയെടുക്കാൻ പോയേക്കുന്നവരും ഇവന് ചുറ്റും നടക്കുക. ഇവിടെ ഒരു മൊണ്ണ പോയേക്കുക കാണാൻ. മോഹൻലാലിനെ ബ്ലോഗിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ ചെകുത്താൻ യൂട്യൂബ് ചാനലിന്റെ ഉടമ അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വയനാട് പുനരധിവാസത്തിന് 3 കോടി രൂപ ധനസഹായം നൽകുമെന്ന മോഹൻലാലിന്റെ വാഗ്ദാനത്തിന് പിന്നാലെയായിരുന്നു യൂട്യൂബിലൂടെയുള്ള അധിക്ഷേപം. എന്ത് ചെയ്യും ആലോചിച്ചിട്ട് പിടിയും കിട്ടത്തില്ല. നടനെ അധിക്ഷേപിച്ച് നടന്റെ ആരാധകരിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചതായാണ് എഫ്ഐആർ. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. ഈ നോട്ട് കാണുമ്പോ മനുഷ്യർക്ക് വരുന്ന ഓരോ മാറ്റങ്ങള്. ഞാൻ പോകുന്നു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കൊലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കൊലുമാൽ.